Hi friends, നമ്മുടെ ടോപ്പിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾ ആണ്. ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സ്ട്രക്ചർ is a user defined data type in C language which allows us to combine data of different types together. Different data types together ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് സ്ട്രക്ചർ. Then function. Function എന്താ? is a group of statement that together perform a specific task. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റിനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then structure and function. We know that the main philosophy of C language is use of function. ഒരു C languageന്റെ മെയിൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസ് ഓഫ് ഫംഗ്ഷൻ ആണ്. And therefore it is natural that C support the passing of structure values as argument to function. അതുകൊണ്ട് തന്നെ C ലാംഗ്വേജിൽ ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് സ്ട്രക്ചറിന്റെ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് സ്ട്രക്ചറിന്റെ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. There are three methods by which the values of a structure can be transferred from one function to another. അങ്ങനെ ഈ ഒരു വാല്യൂ പാസ് ചെയ്യാൻ 3 മെത്തേഡ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. The first method is to pass each member of a structure as an actual argument of the function call. അതായത് ഇവിടെ ഇതൊരു സ്ട്രക്ട് സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ ഈ നോർമൽ കേസിൽ ഇങ്ങനത്തെ തന്നാൽ നമ്മൾ എന്താ എലമെന്റ്സ് എന്നാ പറയാറ്. പക്ഷെ സ്ട്രക്ചറിന്റെ കേസിൽ ഇന്റ് റോൾ നമ്പർ, കെയർ നെയിം ഓഫ് 10, ഇന്റ് മാർക്ക് ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താ മെമ്പേഴ്സ് ആണ്, സ്ട്രക്ചറിന്റെ മെമ്പേഴ്സ്. അപ്പൊ ഈ ഫസ്റ്റത്തെ കേസിൽ നമ്മളൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് സ്ട്രക്ചർ വാല്യൂസ് പാസ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് കേസിൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട്, അതായത് അതിന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഇതിലുള്ള ഓരോ മെമ്പേഴ്സിനും പാസ് ചെയ്യും. അതായത് the first method is to pass each member of a structure as an actual argument to the function call. The actual arguments are then treated independently like ordinary variables. This is the most elementary method and becomes unmanageable and inefficient when the structure is too large. ഈ ഒരു കേസിൽ നമ്മൾ സ്ട്രക്ട് സ്റ്റുഡന്റ്, അപ്പൊ ഇന്റെ റോൾ നമ്പർ, കെയർ നെയിം ഓഫ് 10, എന്റെ മാർക്ക് ഓഫ് 5, ഇതൊരു സ്റ്റുഡന്റിനാണ്. അപ്പൊ നമ്മളൊരു വേരിയബിൾ S1 എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ടോട്ടൽ മാർക്ക് കാണാനുള്ള ഒരു ഫംഗ്ഷൻ, അപ്പൊ ആ ഫംഗ്ഷൻ നമ്മൾ S1 ഡോട്ട്, ഇവിടെ ഡോട്ടാണ്. അപ്പൊ നമ്മൾ S1 ഡോട്ട് മാർക്ക് ഓഫ് 0, അത് 5 ആണുള്ളത്. അപ്പൊ S1 ഡോട്ട് മാർക്ക് ഓഫ് 0 പ്ലസ് S1 ഡോട്ട് മാർക്ക് ഓഫ് 1 അപ് ടു S1 ഡോട്ട് മാർക്ക് ഓഫ് 5. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫുൾ ആഡ് ചെയ്താൽ നമുക്ക് ഫംഗ്ഷന് ടോട്ടൽ മാർക്ക് കിട്ടും. അപ്പൊ എന്താ, ഇതാണ് ഇതിൽ ഓരോ ആർഗ്യുമെന്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. The actual arguments are treated independently like ordinary variables. അപ്പൊ എന്താ, this is the most elementary method and becomes unmanageable and inefficient when the structure size is too large. ഈ ഒരു സ്ട്രക്ചറിന്റെ സൈസ് ലാർജ് ആകുമ്പോൾ അത് അൺമാനേജബിളും ആണ്, ഇൻഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇത് മാർക്ക് ഓഫ് 100 ആണെങ്കിൽ നമ്മൾ അങ്ങനെ 100 വരെ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. അപ്പൊ എന്താ, ഈ ഒരു സ്ട്രക്ചറിന്റെ സൈസ് ലാർജ് ആണെങ്കിൽ ഇത് അൺമാനേജബിളും ആണ്, ഇൻഎഫിഷ്യന്റും ആണ്. സെക്കൻഡ് മെത്തേഡ് ആണിത്. ദി സെക്കൻഡ് മെത്തേഡ് ഇൻവോൾവ്സ് പാസിംഗ് ഓഫ് എ കോപ്പി ഓഫ് ദി എൻറ്റയർ സ്ട്രക്ചർ ടു ദി കോൾഡ് ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച സ്ട്രക്ചറിന്റെ കോപ്പീനാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ S1 എന്നാക്കി. ആ S1ന്റെ കോപ്പി, ആ ഒരു S1ന്റെ കോപ്പിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പാസ് ചെയ്യുന്നത്. സിൻസ് ദി ഫംഗ്ഷൻ ഇസ് വർക്കിംഗ് ഓൺ എ കോപ്പി ഓഫ് ദി സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറിന്റെ ആ സ്ട്രക്ചറിന്റെ കോപ്പിയിലാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. Any changes to the structure members within the function are not reflected the original structure.
അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സ്ട്രക്ചർ ഇതിന്റെ മെമ്പേഴ്സ് ആണ് ഇത്. അപ്പൊ നമ്മൾ കോപ്പിയിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ഒറിജിനൽ മെമ്പേഴ്സിന് റിഫ്ലക്ട് ചെയ്യില്ല. Any changes to the structure members within the function are not reflected to the original structure. It is therefore necessary for the function to return the entire structure back to the calling function. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു സ്ട്രക്ചർ റിട്ടേൺ ചെയ്യണം. ആ ഒരു എൻ്റർ necessary for the function to return the entire structure back to the calling function. Okay. All compilers may not support this method of passing the entire structure as a parameter. അപ്പോൾ നമ്മൾ ഇതിൽ അതിന്റെ the general method of copy a string to the called function. Function name, structure variable name. ഒറ്റ ടേം ആണ്. Function name and structure variable name. അപ്പോൾ നമ്മളിതിൽ ഇന്റെ ടോട്ടൽ മാർക്ക് struct student y. ഈ y എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ഈ ഒരു S1ന്റെ കോപ്പിയാണ്. y എന്ന് പറഞ്ഞാൽ നേരത്തുള്ള S1ന്റെ കോപ്പിയാണ്. അപ്പൊ നമ്മൾ ആ S1 ഉപയോഗിക്കുന്ന പകരമൊക്കെ ഇവിടെ y യൂസ് ചെയ്യും. തേർഡ് മെത്തേഡ് ആണ്. ദി തേർഡ് അപ്രോച്ച് എംപ്ലോയ്സ് എ കോൺസെപ്റ്റ് ഓഫ് പോയിന്റേഴ്സ്. ഇതെന്താ പോയിന്റേഴ്സ് കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു പാസ് ദി സ്ട്രക്ചർ ആസ് എൻ ആർഗ്യുമെന്റ്. ഇവിടെ സ്ട്രക്ചർ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാണ് പോയിന്റർ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. In this case, the address location of the structure is passed to the called function. ഇവിടെ address location ആണ് പാസ് ചെയ്യുന്നത്. വാല്യൂ അല്ല, address location ആണ് പാസ് ചെയ്യുന്നത്. The function can be accessed indirectly the entire structure and work on it. ഈ ഫംഗ്ഷന് ഇൻഡിറക്റ്റ് ആയിട്ട് ഈ സ്ട്രക്ചറിനൊക്കെ ആക്സസ് ചെയ്യും, അതിൽ വർക്ക് ചെയ്യും ചെയ്യാം. This is similar to the way of arrays are passed to function. array ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നതിന് സിമിലർ ആണ്. This method is more efficient as compared to the second one. സെക്കൻഡ് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ എഫിഷ്യൻറ്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കോപ്പി പാസ് ചെയ്യുന്നത്. അവിടെ ടോട്ടൽ മാർക്ക് സ്ട്രക്ട് പോയിന്ററാണ് സ്റ്റാർ പോയിന്റർ. ദെൻ ടോട്ടൽ ഈക്വൽ ടു പി ഇംപ്ലൈസ് ആരോ ഇട്ടു ദെൻ മാർക്ക് ഓഫ് 0. അപ്പൊ എന്താ പോയിന്റ് ചെയ്യാം, നമ്മൾ പോയിന്റ് ചെയ്യാണ്. ഈ ടോട്ടലിനെ പോയിന്റ് ചെയ്യാം, മാർക്ക് ഓഫ് 0നെ പോയിന്റ് ചെയ്യാം, 0ലോട്ട് പോയിന്റ് ചെയ്യാം. ദെൻ ഇതിനെ മാർക്ക് ഓഫ് 1ലോട്ട് പോയിന്റ് ചെയ്യാം. ദെൻ ഇതിന്റെ മാർക്ക് അങ്ങനെ അപ് ടു മാർക്ക് ഇതിനെ പി മാർക്ക് ഓഫ് 5ലോട്ട് പോയിന്റ് ചെയ്യാം. പോയിന്റർ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് ഇനി ഒരു എക്സാമ്പിൾ, ഡാറ്റ ടൈപ്പ് ഫംഗ്ഷൻ നെയിം, സ്ട്രക്ട് ടൈപ്പ് st നെയിം, അതിന്റെ ബോഡി ദെൻ റിട്ടേൺ എക്സ്പ്രഷൻ. ഇതിന്റെ കേസിലാണ് ഇനി പറയാൻ പോകുന്നത്. The called function must be declared for its type. ആ ഒരു ഫംഗ്ഷൻ കോൾഡ് ഫംഗ്ഷന് അതിന്റെ ടൈപ്പിൽ തന്നെ ഡിക്ലെയർ ചെയ്യണം. appropriate to the data type is expressed to return. For example, if it is returning the copy of the entire structure, then it must be declared as struct with an appropriate tag name. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷനെ നമ്മൾ സ്ട്രക്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തത്. ദി ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഫോർ ഇറ്റ്സ് ടൈപ്പ്. ആ ഫംഗ്ഷൻ അതിന്റെ ടൈപ്പ് വെച്ചിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. അപ്രോപ്രിയേറ്റ് ടു ദി ഡാറ്റ ടൈപ്പ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു റിട്ടേൺ. അത് ഏത് ഡാറ്റ ടൈപ്പ് ആണോ റിട്ടേൺ ചെയ്യുന്നത് അതേ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യണം. ഏത് ഡാറ്റ ടൈപ്പ് ആണോ റിട്ടേൺ ചെയ്തത് അതേ ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ അത് ഡിക്ലെയർ ചെയ്യണം. അതിന്റെ എക്സാമ്പിൾ ആണ് if it is returning a copy of the entire structure. ഒരു entire സ്ട്രക്ചറിന്റെ കോപ്പിയാണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ it must be declared as struct. അത് struct ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. The structure variable is used as an actual argument. The structure variable used as the actual argument and then corresponding formal argument in the called function must be the same struct type. അതായത് ഒരു സ്ട്രക്ട് ടൈപ്പ് ആണ് പറയുന്നത്. ആക്ച്വൽ ആർഗ്യുമെന്റിനും ഫോർമൽ ആർഗ്യുമെന്റിനും സെയിം ടൈപ്പ് ആയിരിക്കണം. ആക്ച്വൽ ആർഗ്യുമെന്റും ഫോർമൽ ആർഗ്യുമെന്റും ഒക്കെ ഫംഗ്ഷനിൽ പഠിക്കുന്നുണ്ട്.
The return statement is necessary only when the function is returning some data back to the calling function. Calling ഫംഗ്ഷനിലോട്ട് എന്തെങ്കിലും ഡാറ്റനെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നെസസറി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യണം. ദി എക്സ്പ്രഷൻ മേ ബി എനി സിമ്പിൾ വേരിയബിൾ. ആ എക്സ്പ്രഷൻ സിമ്പിൾ വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചർ വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ യൂസിങ് സിമ്പിൾ വേരിയബിൾ ആയിരിക്കാം. When a function return a structure, ഒരു ഫംഗ്ഷൻ ഒരു സ്ട്രക്ചർ റിട്ടേൺ ചെയ്യുമ്പോൾ it must be assigned to the structure of identical type in the calling function. The called function must be declared in the calling function appropriately. Called function calling functionൽ ഡിക്ലെയർ ചെയ്തിരിക്കണം. പിന്നെ അടുത്ത് സ്കോപ്പ് വിസിബിലിറ്റി. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ the region of a program in which the variable is available to use. ഒരു വേരിയബിൾ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു റീജിയൻ. The region of program in which a variable is available to use. ഒരു വേരിയബിളിനെ യൂസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ റീജിയൻ ആണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. Then visibility. The program's ability to access a variable from the memory. മെമ്മറിന്ന് ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പ്രോഗ്രാമിനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ വിസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ഒരു ഡയഗ്രം അല്ല, അതിന്റെ ഒരു ടേബിള്. സ്റ്റോറേജ് ക്ലാസ് വേർ ഡിക്ലെയർഡ് വിസിബിലിറ്റി ലൈഫ് ടൈം നൺ. ബിഫോർ ഓൾ ഫംഗ്ഷൻ ഇൻ എ ഫയൽ മേ ബി ഇനീഷ്യലൈസ്ഡ്. എല്ലാ ഫംഗ്ഷന്റെ മുന്നേ ചിലപ്പോൾ ഇനീഷ്യലൈസ് ചെയ്തേക്കാം. എൻ്റർ ഫയൽ പ്ലസ് അതർ ഫയൽ വേർ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് വിത്ത് എക്സ്റ്റേൺ. എൻ്റർ ഫയലും പ്ലസ് അതർ ഫയൽ, എൻ്റർ ഫയലും പിന്നെ നമ്മൾ വേരിയബിള് എക്സ്റ്റേൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫയലും. അതിന്റെ വിസിബിലിറ്റി ആണ് എൻ്റർ ഫയൽ പ്ലസ് അതർ ഫയൽ വേർ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് വിത്ത് എക്സ്റ്റേൺ. എക്സ്റ്റേൺ വെച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫയലും പിന്നെ എൻ്റർ ഫയലും. പിന്നെ അതിന് ലൈഫ് ടൈം ആണ് എൻ്റർ പ്രോഗ്രാം, അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ആണ്. ദെൻ എക്സ്റ്റേൺ എന്നല്ല, ബിഫോർ ഓൾ ഫങ്ഷൻസ് ഇൻ എ ഫയൽ കനോട്ട് ബി ഇനീഷ്യലൈസ്ഡ്. ബിഫോർ എല്ലാ ഫംഗ്ഷന്റെയും മുന്നെയാണ് അത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. എക്സ്റ്റേൺ ആൻഡ് ദി ഫയൽ വേർ ഒറിജിനലി ഡിക്ലെയർഡ് ആസ് ഗ്ലോബൽ. എക്സ്റ്റേൺ ആൻഡ് ദി ഫയൽ, എക്സ്റ്റേണിനും ഫയലിനും ഗ്ലോബൽ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ട്. ഗ്ലോബൽ ആയിട്ട് പറഞ്ഞാൽ എൻ്റർ ദി ഫംഗ്ഷൻ, എൻ്റർ ദി പ്രോഗ്രാം. എൻ്റർ ഫയൽ പ്ലസ് അതർ ഫയൽ വേർ വേരിയബിൾ ഈസ് ഡിക്ലെയർ. വേരിയബിൾ എൻ്റർ ഫയലും അതർ ഫയൽ, ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അതർ ഫയലും അത് ഗ്ലോബൽ ആണ്. അതിന്റെ ലൈഫ് ടൈം ഗ്ലോബൽ ആണ്. ദെൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ബിഫോർ ഓൾ ഫങ്ഷൻസ് ഇൻ എ ഫയൽ. ബിഫോർ ഓൾ ഫങ്ഷൻസ് ഇൻ എ ഫയൽ, ഒരു ഫയലിലുള്ള എല്ലാ ഫംഗ്ഷന്റെയും മുന്നേ. ഓൺലി ഇൻ ദാറ്റ് ഫയൽ, ആ ഒരു ഫയലിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഗ്ലോബൽ ആണ്. ഇത് ഗ്ലോബൽ ആണെന്ന് പറയാൻ കാരണം ഇതിന് ഒറ്റ ഫയൽ, ഓൺലി വിത്ത് ആ ഒരു ഫയലിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ആ ഒരു എൻ്റർ പ്രോഗ്രാം അതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് അത് എൻഡ് ചെയ്യുന്ന വരെ ഇത് അലൈവ് ആണ്. അതുകൊണ്ട് അത് ഗ്ലോബൽ ആണ്. ദെൻ നൺ ആൻഡ് ഓട്ടോ. ഇൻസൈഡ് എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക്, ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ. ഓൺലി ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലോ ആ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അൺടിൽ എൻഡ് ഓഫ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നവരെ. ദെൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ. ഓൺലി ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിന് മാത്രമേ ഇതിനെ വിസിബിൾ ആവുള്ളൂ. ദെൻ അൺടിൽ എൻഡ് ഓഫ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, ആ ഒരു ബ്ലോക്കും അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അത് അവസാനിക്കുന്നത് വരെ. ദെൻ സ്റ്റാറ്റിക് ഇൻസൈഡ് എ ഫംഗ്ഷൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഇൻസൈഡ് ഓൺലി വിത്തിൻ ദാറ്റ് ഫയൽ, ആ ഒരു ഫയലിൽ മാത്രം. ദെൻ അതും ഗ്ലോബൽ ആണ്. താങ്ക് യു. ഇതാണ് ഇത്രയുള്ള ക്ലാസ്.